നമസ്കാരം. ചോദിച്ച കസേര കിട്ടിയില്ല. അപ്പോഴേക്കും മുഖ്യമന്ത്രി സതീശൻ പിണറായി എന്നാണ് മനോരമയുടെ അസിസ്റ്റന്റ് എഡിറ്റർ പറയുന്നത്. ഈ കസേരയ്ക്ക് ഇത്രയും പിടിച്ചു പറയൂ? കസേര കിട്ടാത്തത് കൊണ്ട് കലിതുള്ളിയ മനോരമ അസിസ്റ്റന്റ് എഡിറ്റർ പറയുക മുഖ്യമന്ത്രി വി ഡി സതീശൻ പിണറായി ആണെന്ന്. കലിമൂത്താൽ ഇങ്ങനെയും പറയും. അത് പറഞ്ഞതാരാ? മനോരമ അസിസ്റ്റന്റ് എഡിറ്റർ. ഇയാളുടെ ആക്ഷേപത്തിന് കാരണം മറ്റൊന്നുമല്ല, KUWJ മുൻ പ്രസിഡന്റ് കൂടിയായ ഇയാൾ മോഹിച്ച ചില പോസ്റ്റുകൾ കിട്ടിയില്ല. വി ഡി സതീശൻ പ്രസ് സെക്രട്ടറിയെ തീരുമാനിച്ച സമയത്ത് ഇയാൾ ഫൈമി കാമുകനായി രംഗത്തെത്തിയിരുന്നു. സതീശന്റെ ഓഫീസിന്റെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കറങ്ങി നടന്നു. പ്രസ് സെക്രട്ടറി സ്ഥാനത്തേക്ക് പറഞ്ഞു കേൾക്കുന്നവർ മോശക്കാരാണെന്നും ഇവരാണ് ആകുന്നതെങ്കിൽ നല്ല നമസ്കാരം എന്നും സോഷ്യൽ മീഡിയയിൽ അങ്ങ് പോസ്റ്റ് ഇട്ടു. അങ്ങനെ ആഗ്രഹിച്ച പ്രസ് സെക്രട്ടറി പദവി കിട്ടിയില്ല. പിന്നീട് ആഗ്രഹം മീഡിയ അക്കാദമി ചെയർമാൻ പദവിയാണ്. അതിനായി കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് സന്ദർശിച്ചപ്പോഴുണ്ടായ ദുരനുഭവത്തിലെ കലിപ്പിലാണ് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നിന്ന് തന്നെ സതീശനെ പിണറായി എന്ന് ചാപ്പ കുത്തിയത്. ഒന്നര പിണറായിയായാണ് സതീശൻ എന്ന് മുമ്പേ തന്നെ തോന്നിയിരുന്നു. അത് യാഥാർത്ഥ്യമാക്കുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. ആരാധകർ അല്പം ശാന്തരാവുക. കഴിഞ്ഞ വെള്ളിയാഴ്ച PRDയിൽ പോകണമായിരുന്നു. അവിടെ ചെന്നപ്പോൾ മാധ്യമപ്രവർത്തകന്റെ കാർഡ് പോരത്രേ, വേറെ പാസ് എടുക്കില്ലെന്ന് ഞാനും ശഠിച്ചു. ഒടുവിൽ കയറാൻ അനുമതിയായി. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഭാഗത്തും കടുത്ത നിയന്ത്രണം. മീഡിയ സെക്രട്ടറി നേരിട്ട് പറഞ്ഞാലും കേൾക്കാത്ത ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വം അരങ്ങുവാഴുന്നു. പ്രസ് സെക്രട്ടറിക്ക് സെക്രട്ടേറിയറ്റിൽ നിയന്ത്രണം വച്ചേ പറ്റൂ എന്ന ചിന്തയാണെന്ന് തോന്നുന്നു. ജനാധിപത്യ ഭരണം തുടക്കത്തിലെ രാവണൻ കോട്ടയാകുന്നു. ആരാധകർക്ക് സന്തോഷമായെങ്കിൽ കൈയടിച്ചോളൂ. ഇതാണ് ആ വെട്ടുകിളി സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നിന്നുകൊണ്ട് പങ്കുവച്ച പോസ്റ്റുകൾ വിവാദമായാൽ മുക്കുന്ന പതിവുള്ളതിനാൽ ഇതും അങ്ങനെയാകുമോ എന്നറിയില്ല. പണ്ട് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പത്നിക്കെതിരെ അശ്ലീല പോസ്റ്റിട്ട് പുലിവാൽ പിടിച്ചതാണ്. പിന്നീട് അത് മുക്കി. എന്നിട്ടും തീർന്നില്ല. SNDPക്കാർ കേസ് കൊടുത്തതോടെ കണിച്ചുകുളങ്ങര ചെന്ന് വെള്ളാപ്പള്ളിയുടെയും പത്നിയുടെയും കാലിൽ സാഷ്ടാംഗം വീണ് മാപ്പ് പറഞ്ഞാണ് തലയൂരിയത്. നിയമസഭാ ടിക്കറ്റിന് ബിഷപ്പിന്റെ ശുപാർശ കത്തുമായി UDFനെയും LDFനെയും മാറി മാറി സമീപിച്ച ചരിത്രവും ഈ മുൻ KUWJ പ്രസിഡന്റ് കൂടിയായ മനോരമ അസിസ്റ്റന്റ് എഡിറ്റർക്കുണ്ട്. ഇനി ഈ മീഡിയ അക്കാദമി ചെയർമാൻ സ്ഥാനത്തേക്ക് പല ഫൈമി കാമുകന്മാർ രംഗത്തുണ്ട്. അതിൽ പ്രധാനി മനോരമയിലെ തന്നെ ഈ മാസം വിരമിക്കാനിരിക്കുന്ന തലതൊട്ടപ്പനാണ്. നേരത്തെ വിരമിച്ചുവെങ്കിലും 10-17 വർഷമായി കോൺട്രാക്റ്റിൽ തുടരുകയാണ്. ഈ മാസം 30-ന് അതും അവസാനിക്കും. മനോരമയിൽ തരംഗങ്ങളിലായിരുന്ന ഈ ഏമാൻ മുതിർന്ന കോൺഗ്രസ്സുകാരുടെ കാല് തിരുമ്മിക്കഴിഞ്ഞു. പക്ഷേ ആ തിരുമ്മലൊന്നും എറിക്കില്ലെന്നാണ് പിന്നാമ്പുറ സംസാരം. മുഖ്യമന്ത്രിയുടെ വകുപ്പായതിനാൽ കൃത്യമായ തീരുമാനം അദ്ദേഹത്തിനുണ്ട്. അതുപോലെ വീക്ഷണത്തിലെ ചില മുതിർന്ന അപ്പന്മാരും രംഗത്തുണ്ട്. ഞങ്ങളുടെ അവകാശമെന്ന നിലയിലാണ് അവരുടെ പെരുമാറ്റം. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.